അരണ്ട വെളിച്ചം എന്ന കഥയുടെ തുടർഭാഗം. അപ്പോഴാണ് ഡോക്ടർ മുരളീകൃഷ്ണൻ സൗദാമിനിയെ ശ്രദ്ധിച്ചത്. ഇത് തങ്കച്ചിയുടെ സെർവൻ്റ് സൗദാമിനിയല്ലേ? ഇവിടെ എന്താ ഇവർ? പെട്ടെന്ന് ഡോക്ടർ രാംദാസ് ചോദിച്ചു. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? പിന്നില്ലേ, ഞാൻ തങ്കച്ചിയുടെ കുടുംബ ഡോക്ടറായിരുന്നു. അവിടെ വെച്ച് ഇവരെ എനിക്ക് നന്നായി അറിയാം. മാത്രമല്ല തങ്കച്ചിയുടെ കുഞ്ഞുങ്ങളുടെ അമ്മ കൂടിയാണിവർ. അത് കേട്ടതും രാംദാസ് ഞെട്ടി. ആ കഥ മുരളീകൃഷ്ണൻ രാംദാസിനോട് പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം രാംദാസ് ചോദിച്ചു, ഇപ്പോൾ ആ കുട്ടികൾക്ക് എത്ര വയസ്സുണ്ട്? 22 വയസ്സുണ്ട്. അതിൽ ആൺകുട്ടി ഇപ്പോൾ മെഡിസിനാണ് പഠിക്കുന്നതെന്നും മുരളീകൃഷ്ണൻ പറഞ്ഞു. മനഃശാസ്ത്രമാണ് ആ കുട്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. രണ്ടാമത്തെ കുട്ടി എഞ്ചിനീയറിങ്ങിനാണ്. എന്തായാലും ഞാനിത് അവരെ കണ്ടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്നും മുരളീകൃഷ്ണൻ തീരുമാനിച്ചു. അതിനുശേഷം ഇനി മറ്റെന്തുമുള്ളൂ. ഡോക്ടർ മുരളീകൃഷ്ണൻ വരമ്പത്തില്ലത്തേക്ക് തിരിച്ചു. അയാൾ തങ്കച്ചിയെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചു. തങ്കച്ചി പറഞ്ഞു, എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കും തടസ്സമാണ് ഇനി അവൾ ഇവിടെ നിന്നാൽ. അതുകൊണ്ട് ഞാൻ അവളെ ഒഴിവാക്കി. എൻ്റെ ജീവിതത്തിന് തടസ്സമാകുന്നത് എന്ത് വില കൊടുത്തും ഞാൻ ഇല്ലാതാക്കും. അതെൻ്റെ ആവശ്യമാണ് ഡോക്ടർ. എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ അവളാണെന്നറിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഡോക്ടർ അതൊന്ന് പറയൂ. ഡോക്ടർ അന്ന് ആദ്യമായി തങ്കച്ചിയോടും ബാലേന്ദ്രൻ ഉണ്ണിത്താനോടും കയർത്ത് സംസാരിച്ചു. പണം കയ്യിലുണ്ടെങ്കിൽ എന്തുമാകാമെന്നുള്ള നിങ്ങളുടെ ധാർഷ്ട്യം, അതാണ് ഇവിടെ ഞാൻ കണ്ടത്. പഴയ കഥകൾ അവരെ ഓർമ്മപ്പെടുത്തി ഡോക്ടർ. നിങ്ങളുടെ കുടുംബം അന്യം നിന്ന് പോവാതിരിക്കുവാൻ നിങ്ങളൊരു കന്യകയെ ബലി കൊടുക്കുകയായിരുന്നു. അതും പോരാഞ്ഞ് അവരുടെ ജീവിതത്തിന് ഒരു പുല്ലിൻ്റെ വില പോലും കൊടുക്കാതെ ചെറുപ്പം മുതൽ ചവിട്ടി അരച്ചിട്ടും നിങ്ങൾക്ക് മതിയായില്ലല്ലേ? അവസാനം പാരിതോഷികം കൊടുക്കും പോലെ അവരെ ഒരു ഭ്രാന്താശുപത്രിയിലുമാക്കി. മതിയായില്ലേ? ഇനി ആരോടും ഇങ്ങനൊരു ദ്രോഹം ചെയ്യരുത് ജീവിതത്തിൽ. ഇതെല്ലാം കേട്ട് കതകിന് പുറത്ത് ആനന്ദും അഭിരാമിയും നിൽപ്പുണ്ടായിരുന്നു. സൗദാമിനി ഒന്നും പറയാതെ ഇവിടെ നിന്ന് പോയത് മുതൽ അവർക്ക് ഉള്ളിലൊരു സംശയം ഉദിച്ചിരുന്നു. ഡോക്ടർ കടന്നു വരുന്നത് കണ്ടതും ഇരുവരും ഒളിച്ചു. പിറ്റേന്നവർ ഡോക്ടർ മുരളീകൃഷ്ണനെ പോയി കണ്ടു. എല്ലാ സത്യങ്ങളും അയാൾ അവരോട് തുറന്നു പറഞ്ഞു. ഒരു കടപ്പാടിൻ്റെ പേരിൽ ജീവിതം ഹോമിക്കപ്പെട്ട ആ സാധുവായ സ്ത്രീയുടെ കഥ കേട്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണു. തങ്ങൾ ചവിട്ടി അരച്ച ആ സ്ത്രീ ഞങ്ങളുടെ അമ്മയായിരുന്നു. അവർ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവളായിരുന്നു. അവർക്ക് സങ്കടം സഹിക്കാനായില്ല. ഒപ്പം തങ്കച്ചിയോടുള്ള അമർഷവും അടക്കാനായില്ല. അവർ ഒന്നും പ്രകടിപ്പിച്ചില്ല. അന്ന് തന്നെ അവർ ആ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി. അവരോടൊപ്പം ഡോക്ടർ മുരളീകൃഷ്ണനും ഉണ്ടായിരുന്നു. അവർ കാര്യങ്ങളെല്ലാം ഡോക്ടർ രാംദാസിനോട് പറഞ്ഞു. അയാൾ അമ്പരന്നു പോയി. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ടല്ലോ ഇത്, അദ്ദേഹം പറഞ്ഞു. അപ്പോഴേക്കും നേരം ഉച്ചയാവാറായി. അവർ വരാന്തയിൽ ഇറങ്ങിയപ്പോൾ കണ്ടു ദൂരെ നിന്നും നടന്നു വരുന്ന ആ രൂപം. സാരിയുടെ തലയ്ക്കും കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് വരുന്നത് മറ്റാരുമല്ല, സൗദാമിനി. കുട്ടികൾ ഓടി അടുത്തേക്ക് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അവർ അതിശയിച്ചു. എന്നെ തന്നെയാണോ, അതോ തങ്കച്ചി എവിടെയെങ്കിലും ഉണ്ടോ? അവർ പുറകിലേക്ക് നോക്കി. കുട്ടികൾ ഓടി വന്ന് സൗദാമിനിയെ കെട്ടിപ്പിടിച്ചു, പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങൾക്ക് മാപ്പ് തരണേ. സൗദാമിനിക്ക് ഇനി മരിച്ചാലും വേണ്ടില്ലെന്ന് തോന്നി. സാരമില്ല, നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ. നിങ്ങളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്തത്. നിങ്ങൾ തിരിച്ചു പോകണം, ഞങ്ങളുടെ കൂടെ വരണം. വേണ്ട, വല്ലപ്പോഴും നേരം കിട്ടുമ്പോൾ ഒന്ന് വന്നാൽ മതി. കണ്ണു നിറച്ചെന്ന് കണ്ടാൽ മാത്രം മതി. മറ്റൊന്നും എനിക്ക് വേണ്ട. എനിക്കിവിടെ സുഖമാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ സ്ഥിരതയുള്ളവരെക്കാൾ നല്ലവരാണ് സ്ഥിരതയില്ലാത്തവർ, ഈ പാവങ്ങൾ. അല്പം വൈകിപ്പോയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു അരണ്ട വെളിച്ചമാണെങ്കിലും തെളിഞ്ഞല്ലോ. അത് മതി ഇനി എനിക്ക് ജീവിക്കാൻ. കഥ ഇവിടെ തീരുന്നു.